ഗ്രീക്ക് 427-428 കാലഘട്ടം. അന്നത്തെ ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്ന പ്ലാറ്റോ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള തൻ്റെ ഐഡിയോളജിയിൽ പ്രത്യേകിച്ച് നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ച് കണ്ടെത്തിയതും വിശദീകരിച്ചതും ഇങ്ങനെയാണ്. അതായത് മനുഷ്യന്റെ ബിഹേവിയർ എന്നത് മനുഷ്യ ശരീരത്തിൽ തന്നെ 3 വ്യത്യസ്ത ഭാഗങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു പ്ലാറ്റോയുടെ നിരീക്ഷണം എന്നത്. ഇതിനെയാണ് ദ ട്രൈ പാർട്രേറ്റ് സോൾ എന്ന് അദ്ദേഹം വിളിച്ചത്. അതായത് വളരെ ലോജിക്കലായും വാസ്തവമായുള്ളതും അതുപോലെ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലയാണ് എന്നതായിരുന്നു പ്ലാറ്റോയുടെ നിരീക്ഷണം എന്നത്. ഇതിനെയാണ് ഒന്നാമത്തെ ഗ്രീക്ക് പദമായ ലോജിസ്റ്റിക്കോൺ എന്ന് അദ്ദേഹം വിളിച്ചത്. നമുക്കിതിനെ റാഷണൽ പാർട്ട് എന്ന് വിളിക്കാം. എന്നാൽ നമ്മുടെ ഇമോഷൻസ്, അതായത് ദേഷ്യം, ബഹുമാനം, ധൈര്യം പോലെയുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നാണെന്നായിരുന്നു പ്ലാറ്റോയുടെ രണ്ടാമത്തെ നിരീക്ഷണം എന്നത്. ഇതിനെയാണ് ഗ്രീക്ക് പദമായ തൈമോയിഡ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ ഭക്ഷണത്തോടുള്ള ആഗ്രഹം, മറ്റ് പ്ലഷർ എന്നിവ ഉണ്ടാകുന്നത് നമ്മുടെ അപ്പറ്റൈറ്റ് പാർട്ട്, അതായത് വിശപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്നാണെന്നാണ് ഇതിനെ ഇദ്ദേഹം മൂന്നാമതായി വിശദീകരിച്ചത്. ഈ ശരീരത്തിലെ 3 ഭാഗങ്ങളാണ് മനുഷ്യന്റെ മനസ്സ് എന്നും നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നതും അത് ഉടലെടുക്കുന്നതും ഈ ഭാഗങ്ങളിൽ നിന്നുമാണ് എന്നതായിരുന്നു പ്ലാറ്റോയുടെ നിരീക്ഷണം എന്നത്. ഇതിനെയാണ് ദ ട്രൈ പാറ്റേറ്റ് സോൾ എന്ന് പൊതുവെ പ്ലാറ്റോ വിളിച്ചിരുന്നത്. അത് മാത്രമല്ല, മനുഷ്യന്റെ മനസ്സ് എന്നത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമല്ല എന്നും മറ്റെന്തോ ശക്തിയാണെന്നുമായിരുന്നു പ്ലാറ്റോയുടെ നിരീക്ഷണങ്ങളും തിയറികളും എന്നത്. എന്നാൽ പിന്നീട് പ്ലാറ്റോയുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമുള്ള നിരീക്ഷണങ്ങളും തിയറികളും എല്ലാം തെറ്റാണെന്നും മനുഷ്യന്റെ മനസ്സും ശരീരവും ഒന്നും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയല്ല എന്ന കണ്ടെത്തലുകളാണ് അരിസ്റ്റോട്ടിൽ എന്ന ഗ്രീക്ക് തത്വചിന്തകൻ മുന്നോട്ട് വെച്ചത്. പ്ലാറ്റോയുടെ ഒരു മികച്ച വിദ്യാർത്ഥി കൂടിയായിരുന്നിട്ടും അരിസ്റ്റോട്ടിൽ താൻ പഠിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തി എഴുതാൻ തുടങ്ങിയിരുന്നു. മനസ്സും ശരീരവും രണ്ടും രണ്ടാണെന്ന പ്ലാറ്റോയുടെ തിയറിയെ മനസ്സും ശരീരവും ഒന്നാണെന്നും ശരീരത്തിൻ്റെതാണ് മനസ്സെന്ന കൃത്യമായ നിരീക്ഷണത്തിലൂടെ അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ തിയറികളെ ഖണ്ഡിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, നമ്മുടെ സെൻസുകൾ എന്നൊന്നും ഇല്ല എന്നും നമ്മുടെ സോൾ, അതായത് ആത്മാവിനെ ശരീരത്തിനെ നിയന്ത്രിക്കാനാകുമെന്നും അത് മുന്നേ നിശ്ചയിച്ചു വെച്ച ഒന്നാണെന്നുമുള്ള പ്ലാറ്റോയുടെ തിയറികളെ അരിസ്റ്റോട്ടിൽ നിരീക്ഷിച്ചത് മറ്റൊരു രീതിയിലാണ്. ശരീരം പുതിയ കാര്യങ്ങളെ പഠിക്കുന്നത് എക്സ്പീരിയൻസിന്റെയും നമ്മുടെ സെൻസുകളുടെയും ഫലമായാണെന്ന് അരിസ്റ്റോട്ടിൽ ഇതിനെ തിരുത്തി എഴുതി. അന്നത്തെ കാലത്ത് മനുഷ്യ ശരീരത്തെ ഒരു സ്പിരിച്വൽ രീതിയിൽ പ്ലാറ്റോ സമീപിച്ചിരുന്നുവെങ്കിൽ അതിന് വിപരീതമായി കുറച്ചുകൂടി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അരിസ്റ്റോട്ടിൽ മനുഷ്യ ശരീരത്തെ നിർവചിച്ചിരുന്നത്. എന്നാൽ അപ്പോഴും അരിസ്റ്റോട്ടിലെ ചില നിരീക്ഷണങ്ങൾ ശരിയായ നിഗമനങ്ങളായിരുന്നില്ല, പ്രത്യേകിച്ച് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. അരിസ്റ്റോട്ടിലിന്റെ നിരീക്ഷണങ്ങളിൽ ഹൃദയമാണ് മനുഷ്യന്റെ ഇമോഷൻ അല്ലെങ്കിൽ വികാരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നും ബ്രെയിൻ എന്നത് ഹൃദയത്തിന്റെ ചൂട് അല്ലെങ്കിൽ താപം നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു അവയവം മാത്രമാണ് എന്നതായിരുന്നു അരിസ്റ്റോട്ടലിന്റെ കണ്ടെത്തൽ എന്നത്. എന്നാൽ ഹിപ്പോക്രാറ്റ്സിന്റെ നിരീക്ഷണങ്ങൾ ഇതിൽ നിന്നുമൊക്കെ തീർത്തും വ്യത്യാസമായിരുന്നു. മനുഷ്യന്റെ ഇമോഷൻസിനെയും ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൃദയമല്ല, അത് മസ്തിഷ്കമാണ് അല്ലെങ്കിൽ ബ്രെയിൻ ആണ് എന്ന് ഹിപ്പോക്രാറ്റ്സ് കണ്ടെത്തി. മാത്രമല്ല, അപസ്മാരം പോലെയുള്ളവ ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണെന്നും ഇതൊരു സൂപ്പർ നാച്ചുറൽ ഇൽനെസ് അല്ല എന്നും ഹിപ്പോക്രാറ്റ്സ് തിരുത്തി എഴുതി. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ഏതെങ്കിലും വശങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ അതിൻ്റെ എതിർവശത്തെ ഭാഗങ്ങൾ തളർന്നു പോകാനും സംസാരം പോലെയുള്ളവ നഷ്ടപ്പെടാനും കാരണമാകുന്നുവെന്ന് ഹിപ്പോക്രാറ്റ്സ് തൻ്റെ ക്ലിനിക്കൽ ഒബ്സർവേഷനുകളിലൂടെ മനസ്സിലാക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ക്ഷതങ്ങളും ഡിസോർഡറുകളും മനുഷ്യൻ്റെ ഇമോഷൻസിനെയും ചിന്തയും ശാരീരിക പ്രവർത്തനങ്ങളെയും എല്ലാം ബാധിക്കുന്നുവെന്ന് ഹിപ്പോക്രാറ്റ്സ് കണ്ടെത്തി. ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്നാൽ ഹിപ്പോക്രാറ്റ്സ് ജീവിച്ചിരുന്നതും ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിരുന്നതും മുൻപ് പറഞ്ഞ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലും വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് അന്ന് ഹിപ്പോക്രാറ്റ്സ് കണ്ടെത്തിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒട്ടുമിക്ക നിരീക്ഷണങ്ങളുടെയും പഠനത്തിൻ്റെയും ഒക്കെ വളരെ അഡ്വാൻസ് ആയ ഒരു വേർഷനാണ് നാം ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നീട് അരിസ്റ്റോട്ടിൽ ഹിപ്പോക്രാറ്റ്സിന്റെ നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും എല്ലാം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് ദ ഗ്രേറ്റ് ഫിസിഷ്യൻ എന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളെയും ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഹൃദയമാണെന്നൊരു തിയറി കുറേ കാലം മുൻപ് വരെ നമ്മുടെ ഇടയിലൊക്കെ നിലനിന്നിട്ടുണ്ട്. ഈ ആശയത്തിന് കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നതാണ് വാസ്തവം. ഗ്രീക്ക് തത്വചിന്തകരായ നമ്മൾ മുൻപ് പറഞ്ഞ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും വിശ്വസിച്ചിരുന്നതും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഹിപ്പോക്രാറ്റ്സിന്റെ നിരീക്ഷണം എന്നത് മനുഷ്യ ശരീരത്തിലെ ചിന്തകളും ഇമോഷൻസും എല്ലാം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ് എന്ന കണ്ടെത്തലാണ്. അത് ഹൃദയത്തിലല്ല എന്നും ആത്മാവല്ല ഇത് നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വെറുതെ വിളിച്ചു പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ഹിപ്പോക്രാറ്റ്സ് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും നിരീക്ഷിക്കാനും തുടങ്ങി എന്നതാണ്. എന്നാൽ പിന്നീട് അരിസ്റ്റോട്ടിൽ ഹിപ്പോക്രാറ്റ്സിന്റെ നിഗമനങ്ങളെയും നിരീക്ഷണങ്ങളെയും പഠനങ്ങളെയും എല്ലാം പ്രശംസിച്ചെങ്കിലും അവിടെ നിന്നും ഹൃദയത്തിന്റെ തിയറികളുമെല്ലാം ആളുകളിലേക്ക് ചേക്കേറാൻ തുടങ്ങി എന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ കവിതകളിലെയും കഥകളിലെയും സിനിമാ ഗാനങ്ങളിലെയും പ്രണയവും വിരഹവും ഒക്കെ ഹൃദയത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെ പോപ്പുലർ അല്ലാത്തൊരു അവയവമാണ് മസ്തിഷ്കം എന്നത്.
ഹൃദയം പലപ്പോഴും ഇമോഷൻസിന്റെ ഒരു ഉറവിടമായി തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഭയപ്പെടുമ്പോഴോ ഹൃദയമിടിപ്പിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിരുന്നത് കൊണ്ടായിരിക്കണം. ഹിപ്പോക്രാറ്റ്സിന്റെ കണ്ടെത്തൽ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഓരോ ഡാമേജുകളും ഇഞ്ചുറികളും നമ്മുടെ ചിന്തയെയും ഇമോഷൻസിനെയും ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു എന്ന് കണ്ടെത്തി. ഇതിന്റെ തുടർച്ചയായി മസ്തിഷ്കത്തിന്റെ ധാരണകളെ തിരുത്തി കുറിക്കുന്ന ചില ഇൻസിഡന്റ് കൂടി പറയാം. 1847 കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഫിനസ് ഗേജ് എന്നൊരു വർക്കറുടെ തലയോട്ടിൽ കൂടി ഒരു ഇരുമ്പ് ദണ്ട് തുളച്ചു കയറുകയും എന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായി തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പിന്നീട് അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. പക്ഷേ അപകടത്തിന് മുൻപ് വരെ ഫിനസ് എന്ന വ്യക്തി വളരെ ഊർജ്ജസ്വലനും സോഷ്യൽ ബിഹേവിയർ ഉള്ള ഒരാളും ഒരു മര്യാദക്കാരനുമായിരുന്നയാളുടെ വ്യക്തി സ്വഭാവം അപകടത്തിന് ശേഷം ആകെ മാറിമറിയുകയാണ്. വലിയ രീതിയിലുള്ള ദേഷ്യവും അഗ്രഷൻ ബിഹേവിയറും മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ വളരെ സോഷ്യൽ ബിഹേവിയർ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്കാണ് ഫിനസ് ഗേജ് എത്തിയത്. ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് ആ അപകടത്തിലൂടെ മസ്തിഷ്കത്തിലെ ഇടത് ഫ്രണ്ടൽ ലോബിലുണ്ടായ ഒരു ഇഞ്ചുറി മൂലമായിരുന്നു. എന്നാൽ പിന്നീട് ഫിനസ് ഗേജിലുണ്ടായ മാറ്റം എന്നത് ന്യൂറോ സയൻസിന്റെ അന്ന് വരെയുള്ള അറിവുകളെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഫിനസ് പൂർണ്ണമായി മാറിയില്ലെങ്കിലും തന്റെ പഴയ സ്വഭാവത്തിലേക്ക് തിരികെ എത്താൻ തുടങ്ങിയിരുന്നു. അതായത് ഇഞ്ചുറി സംഭവിച്ച മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾ താനെ പുതിയ പാതകൾ കണ്ടെത്തിയും ചിലത് ക്രമപ്പെടുത്തിയും മസ്തിഷ്കം തന്നെ ഈ പ്രശ്നങ്ങളെ ഒരു പരിധി വരെയെങ്കിലും ശരിയാക്കാൻ തുടങ്ങി എന്നതാണ്. ഇതിനുശേഷം ന്യൂറോ സയൻസിന്റെ ചരിത്രത്തിൽ മസ്തിഷ്കത്തിന് ഒരു പ്ലാസ്റ്റിക് സ്വഭാവമുണ്ടെന്നും അതിനൊരു പരിധിവരെ സ്വയം പ്രശ്നങ്ങളെ പരിഹരിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെ കഴിയുമെന്ന് കണ്ടെത്തി. ഇതിനെയാണ് പിന്നീട് ശാസ്ത്രം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പേരിട്ട് വിളിച്ചത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മസ്തിഷ്കത്തിലെ പ്രീഫ്രോണ്ടൽ ലോബ് നമ്മുടെ സ്വഭാവ നിയന്ത്രണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും എത്രത്തോളം പങ്കുവഹിക്കുന്നു കൂടി മനസ്സിലാക്കാൻ ഈ ഇൻസിഡന്റിനോട് കൂടി കഴിഞ്ഞു എന്നതാണ്. അതുപോലെ മറ്റൊരു ഇൻസിഡന്റ് കൂടി നമുക്ക് പറയാം. മൊറാലിബ് എന്നൊരു കുട്ടിയുടെ മസ്തിഷ്കത്തിന്റെ ഏകദേശം പകുതിയോളം ഭാഗമാണ്, അതായത് ലെഫ്റ്റ് ഹെമസ്ഫിയർ മുഴുവനാണ് സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞത്. നിരന്തരമായ മസ്തിഷ്കത്തിലുണ്ടാകുന്ന അപസ്മാരം മൂലമാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ലെഫ്റ്റ് ഹെമസ്ഫിയർ റിമൂവ് ചെയ്തതോടുകൂടി കുട്ടിയുടെ ശരീരത്തിന്റെ വലതുഭാഗം തളരുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. മൊറാലിബിന് ഇനി ഭാവി എന്താകുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഡോക്ടർമാർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഏകദേശം 18 മാസമാകുമ്പോഴേക്കും മൊറാലിബ് സ്വയം എഴുന്നേറ്റ് നിൽക്കാനും ഏകദേശം 23 മാസമാകുമ്പോഴേക്കും നടക്കാനും തുടങ്ങിയിരുന്നു എന്നതാണ്. എന്തിന് 16 വയസ്സായപ്പോഴത്തേക്കും ഒരു ടെന്നീസ് താരമായി മാറാനും മൊറാലിബിന് കഴിഞ്ഞു എന്നതാണ്. ഇതിന് കാരണം ലെഫ്റ്റ് ഹെമസ്ഫിയർ റിമൂവ് ചെയ്തതിനു ശേഷം വലതുഭാഗത്തെ ഹെമസ്ഫിയറിലേക്ക് ഇടതുഭാഗത്ത് നിന്ന് ന്യൂറോൺ പാതകൾ വലതുഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയും ആ ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ കൂടി ഈ വലതുഭാഗത്തെ ഹെമസ്ഫിയർ ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു വലിയ ഉദാഹരണമാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മസ്തിഷ്കത്തിന് സ്വയം മാറ്റങ്ങൾക്ക് എപ്പോഴും വിധേയമാകാൻ കഴിയുന്നു എന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത്. ഉദാഹരണമായി നമ്മുടെ ബ്രോക്കാസ് ഏരിയ എടുത്താൽ നമ്മുടെ സംസാരശേഷി അല്ലെങ്കിൽ ഭാഷയെ കൈകാര്യം ചെയ്യുന്നത് ഈ ഏരിയയാണ്. വളരെ ഫ്ലുവൻ്റായ സംസാരത്തിന്റെ കൃത്യമായ ചലനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് ബ്രോക്കസ് ഏരിയയാണ്. എന്നാൽ ഈ ഭാഗം മാത്രമല്ല നമ്മുടെ ഭാഷയെ സഹായിക്കുന്നത്. നമുക്ക് വാക്കുകളുടെ അർത്ഥം, അവ എവിടെ ഉപയോഗിക്കണം എന്നിവയെക്കുറിച്ചുള്ള ധാരണ നമുക്ക് തരുന്നൊരു ഭാഗം എന്നത് വെർണിക്കിൾ ഏരിയയാണ്. ഉദാഹരണമായി ഞാൻ റിമോട്ടിൽ പോയി കട മേടിക്കാൻ എന്നൊരു വാചകം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇങ്ങനൊരു വാചകം ഉണ്ടാകുന്നത് വെർണിക്കിൾ ഏരിയയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി മൂലം വാക്കുകളുടെ അർത്ഥം കിട്ടാതെ പോകുന്നതും അത് എവിടെ ഉപയോഗിക്കണമെന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ ഭാഗത്തിലുണ്ടാകുന്ന ക്ഷതങ്ങളെ അല്ലെങ്കിൽ അപകടങ്ങളെ വെർണിക്കിൾ അഫാസിയ എന്നാണ് ശാസ്ത്രീയമായി വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മറ്റൊരു ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ അല്ലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ അമിഗ്ദല എന്ന ഭാഗമാണ്. അങ്ങനെ ഓരോ മസ്തിഷ്കത്തിലെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത പണിയെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മനസ്സെന്നത്? മനസ്സെന്നത് ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളുടെ മുഴുവനായുള്ള പ്രവർത്തനത്തിന്റെ ഒരു ആകെ തുകയാണെന്ന് പറയാം. ഉദാഹരണമായി ഒരു ബൈക്കിന്റെ എഞ്ചിൻ ഭാഗവും ബാറ്ററിയും വീലും പെട്രോൾ ടാങ്കും എക്സോസ്റ്റും ആക്സിലറേറ്ററും ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നാം ബൈക്ക് എന്നൊരു പേരിട്ട് വിളിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മനസ്സും. മസ്തിഷ്കത്തിലെ എല്ലാ ഭാഗവും വളരെ നിയന്ത്രിതമായി ആക്റ്റീവായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഓരോ ക്ഷതങ്ങളും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്നു എന്നത് ഫിനസ് ഗേജിന്റെ ഇൻസിഡന്റിന് തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഹിപ്പോക്രാറ്റ്സിന്റെ നിരീക്ഷണത്തിൽ മസ്തിഷ്കത്തിനുണ്ടാകുന്ന പല ക്ഷതങ്ങളും നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുമെന്നും ഇത് ഹൃദയത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാവിന്റെ ശക്തിയിൽ നിന്നോ ഉണ്ടാകുന്നതല്ല എന്ന കൃത്യമായ നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് ന്യൂറോ സയൻസിന്റെ വളർച്ചയ്ക്ക് സഹായകരമായത്.